നഭസും ഭൂമിയും തേങ്ങിക്കരഞ്ഞു. ഉഷസ്സും സന്ധ്യയും വിതുമ്പി നിന്നു. നഭസും ഭൂമിയും തേങ്ങിക്കരഞ്ഞു. കാൽവരിഗിരിയിൽ അരങ്ങേറുകയല്ലോ മാനവ ചരിത്രത്തെ മാറ്റിക്കുറിച്ചൊരാ ആത്മനാഥന്റെ സ്നേഹബലി. ഉഷസ്സും സന്ധ്യയും വിതുമ്പി നിന്നു. നഭസും ഭൂമിയും തേങ്ങിക്കരഞ്ഞു. കാൽവരിഗിരിയിൽ അരങ്ങേറുകയല്ലോ മാനവ ചരിത്രത്തെ മാറ്റിക്കുറിച്ചൊരാ ആത്മനാഥന്റെ സ്നേഹബലി. അനുഗമിച്ചിടുവാൻ അടയട്ടെ നാഥ.
ജീവന്റെ നാഥനാം യേശു വിളിക്കുന്നു. നിങ്ങളെ വിട്ടു ഞാൻ പോയിടട്ടെ, എൻ്റെ നാഥനിലൊന്നായി തീർന്നിടട്ടെ. ജീവന്റെ നാഥനാം യേശു വിളിക്കുന്നു. നിങ്ങളെ വിട്ടു ഞാൻ പോയിടട്ടെ, എൻ്റെ നാഥനിലൊന്നായി തീർന്നിടട്ടെ. ജീവിതയാത്രയിൽ തണൽ മരമായി നിങ്ങളെൻ വീഴ്ചയിൽ കുളിച്ചൊരിഞ്ഞു. ജീവിതയാത്രയിൽ തണൽ മരമായി നിങ്ങളെൻ വീഴ്ചയിൽ കുളിച്ചൊരിഞ്ഞു. ഇരുളാർന്ന രാത്രി വഴിവിളക്കായി നിങ്ങളെൻ മനസ്സിൽ ഒളി പകർന്നു. ജീവന്റെ നാഥന യേശു വിളിക്കുന്നു. നിങ്ങളെ വിട്ടു ഞാൻ പോയിടട്ടെ, എൻ്റെ നാഥനിലൊന്നായി തീർന്നിടട്ടെ. എനിക്കായി ചെയ്തതാം നന്മകളോരോന്നും ഒരു നാളും ഞാനിനി മറക്കുകയില്ല. എനിക്കായി ചെയ്തതാം നന്മകളോരോന്നും ഒരു നാളും ഞാനിനി മറക്കുകയില്ല. സ്വർഗത്തിൽ നാം ഒന്നായി ചേർന്നിടും നാൾ വരെ സദയം എനിക്കാൻ പ്രാർത്ഥിക്കണേ. ജീവന്റെ നാഥന യേശു വിളിക്കുന്നു. നിങ്ങളെ വിട്ടു ഞാൻ പോയിടട്ടെ, എൻ്റെ നാഥനിലൊന്നായി തീർന്നിടട്ടെ. ജീവന്റെ നാഥന യേശു വിളിക്കുന്നു. നിങ്ങളെ വിട്ടു ഞാൻ പോയിടട്ടെ, എൻ്റെ നാഥനിലൊന്നായി തീർന്നിടട്ടെ. എനിക്ക് അവധി കിട്ടിയിരിക്കുന്നു. സഹോദരന്മാരെ, എന്നെ യാത്രയയക്കുക. എല്ലാവരെയും പ്രണമിച്ചിട്ട് ഞാൻ വിട വാങ്ങുന്നു. വീട്ടിൻ്റെ താക്കോൽ ഞാൻ മടക്കിത്തരുന്നു. അതിന്മേലുള്ള യാതൊരു അവകാശവും ഇനി ഞാൻ കൈവശം വയ്ക്കുന്നില്ല. എല്ലാവരുടെയും അനുഗ്രഹമാണ് ഇപ്പോൾ എനിക്ക് വേണ്ടത്. വളരെ കാലം അയൽക്കാരായി നാം കഴിഞ്ഞുകൂടി. അങ്ങോട്ട് തന്നതിലേറെ ഇങ്ങോട്ട് ഞാൻ വാങ്ങിക്കഴിഞ്ഞു. രാത്രി അവസാനിച്ചു, പ്രഭാതമായി. മുറിയിലെ വിളക്കണഞ്ഞു. ഇതാ വിളി കേൾക്കുന്നു, ഞാൻ ഇറങ്ങുകയായി.
ജീവിതം പരസ്പരം പങ്കുവെച്ചു. ഏറെ നാളുകൾ സ്നേഹിതരായി നാം ജീവിതം പരസ്പരം പങ്കുവെച്ചു. നിങ്ങളെ ഞാൻ സ്നേഹിച്ചതിലേറെ എന്നെയും നിങ്ങൾ സ്നേഹിച്ചു. നിങ്ങളെ ഞാൻ സ്നേഹിച്ചതിലേറെ എന്നെയും നിങ്ങൾ സ്നേഹിച്ചു. പ്രിയജനമേ, നിങ്ങൾ കരയരുതേ, ഹൃദയം അസ്വസ്ഥമാക്കരുതേ. സ്നേഹപിതാവിൽ വിശ്വസിക്കൂ, തമ്മിൽ തമ്മിൽ സ്നേഹിച്ചിടൂ. പ്രിയജനമേ, നിങ്ങൾ കരയരുതേ. രാത്രികാലം കഴിഞ്ഞിടുന്നു, പുത്തൻ പുലരി വിടർന്നിടുന്നു. രാത്രികാലം കഴിഞ്ഞിടുന്നു, പുത്തൻ പുലരി വിടർന്നിടുന്നു. സന്ധ്യാദീപം അണഞ്ഞിടുന്നു, നിങ്ങളെ വിട്ടു ഞാൻ പോയിടുന്നു. സന്ധ്യാദീപം അണഞ്ഞിടുന്നു, നിങ്ങളെ വിട്ടു ഞാൻ പോയിടുന്നു. പ്രിയജനമേ, നിങ്ങൾ കരയരുതേ, ഹൃദയം അസ്വസ്ഥമാക്കരുതേ. സ്നേഹപിതാവിൽ വിശ്വസിക്കൂ, തമ്മിൽ തമ്മിൽ സ്നേഹിച്ചിടൂ. പ്രിയജനമേ, നിങ്ങൾ കരയരുതേ. നാഥനും പിതാവുതനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. എന്റെ കർത്താവിനെ ഞാൻ പ്രകീർത്തിക്കും. മഹിമയുടെ അന്തിമവിധി നാളിൽ കർത്താവേ നീ അണയുമ്പോൾ കരുണയുടെ നിർത്തണമേ, നല്ലവരൊത്തു വലം ഭാഗേ. കർത്താവേ നിന്നെ ഞാൻ ആശ്രയിച്ചു, കർത്താവേ നിൻ കുരിശിനെ ഞാൻ ആരാധിച്ചു വണങ്ങുന്നു. അതുതാൻ ഞങ്ങൾക്ക് ഉത്ഥാനം രക്ഷയും ഉയരും നൽകുന്നു. ആകാശവും ഭൂമിയും നിന്റേതാകുന്നു, ആകാശവും ഈ ഭൂതലവും താമസമേ തുടരാണവരെ നോക്കണമേ. അവരുടെ സന്തോഷത്തിൽ അവരാശിക്കും. കർത്താവേ നിൻ ശോഭിതവും ദിവ്യ ശരീരവുമായി പോയി ബാബാപുത്രൻ രൂപായെ പ്രധാനാതെങ്കിൽ കനിയേണം. ജീവൻ നൽകി മഹോന്നതമാം പ്രഭയുടെ നാട്ടിൽ ചേർക്കേണം. ആദിമുതൽ എന്നേക്കുവാമേ. തെളിവായ എന്നുടെ നാഥാദി തിരുവിളി എല്ലാ ഭാഗങ്ങളുമായി ചെയ്യുമാറാകട്ടെ. മഹനീയമായ നേതൃത്വത്തിലെ സഹായിക്കുമാറാകട്ടെ. ജീവനെയും മരണത്തിന്റെയും നാഥൻ
പിതാവും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. മൃതരെല്ലാരും മിന്നി വിളങ്ങും വദനമുടയാൻ വരമരുളേണം. മൃതരെല്ലാരും മിന്നി വിളങ്ങും വദനമുടയാൻ വരമരുളേണം. വിധിയുടെ നാളെ വിജയപ്രഭയിൽ വിണ്ടലമിങ്ങും പൊങ്ങി മുഴങ്ങും കാക്കളനാദം പൂജിതമല്ലോ. അന്ത്യമഴാത്തോരവികലബോധം നുകരാൻ മൃഗരെ മഹിമാവൊഴുകും മണവറയിങ്കൽ ചേർക്കണമീശോ. ഞാൻ വിളിക്കുന്നു, മരിച്ചവരെ ഒരുപ്പിക്കുന്നവരെ തിരുനാമത്തിന് സ്തുതി. കർത്താവേ, എന്റെ ശബ്ദം കേൾക്കണമേ. കർത്താവേ, നീ പാപങ്ങളെല്ലാം മോചിക്കുമെങ്കിൽ ആർക്ക് രക്ഷയുണ്ടാകും? കർത്താവിൽ ഞാൻ ശരണപ്പെടുന്നു, എന്റെ പ്രതീക്ഷ അവന്റെ വാഗ്ദാനത്തിലാകുന്നു. കാത്തിരിക്കുന്ന കാവൽക്കാരെ പോലെ കർത്താവിനെ ഞാൻ കാത്തിരിക്കുന്നു. കാത്തിരിക്കുന്ന കാവൽക്കാരെ പോലെ ഇസ്രായേലും കർത്താവിനെ കാത്തിരിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അവൻ കരുണയുള്ളവനാകുന്നു, പൂർണ്ണമായ രക്ഷയും അവന്റെ പക്കലാകുന്നു. ഇസ്രായേലിനെ അവന്റെ പാപങ്ങളെല്ലാം എന്റെ വലത്ത് ഭാഗത്തുകയും ചെയ്യട്ടെ. പാപങ്ങൾ കൊടുക്കുന്നവരെ കരുണ നീതിമാനമായ വിധി കർത്താവേ, ജീവന്റെയും മരണത്തിന്റെയും നാഥൻ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ജീവിക്കുന്നവരെ പരിപാലിക്കണമേ. ഉത്ഥാനം പ്രതീക്ഷിച്ച് മരണമടഞ്ഞവരെ മഹിമയോടെ ഉയർപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ. കാരുണ്യവാനും മനുഷ്യവംശത്തിന്റെ രക്ഷകനുമായ ദൈവമേ, അഭേദ്യമായ നിന്റെ കൽപ്പനയനുസരിച്ച് മരണം വഴി ലോകത്തിൽ നിന്ന് വേർപിരിഞ്ഞു പോയ നിന്റെ ദാസിയുടെ ആത്മാവിനെ വിശുദ്ധരുടെ സമൂഹത്തിൽ പ്രവേശിപ്പിക്കണമേ. നീതിമാന്മാരെ സ്വർഗീയ മണവറയിലേക്ക് നയിക്കുവാനായി വാനമേഘങ്ങളിൽ നീ മഹത്വത്തോടുകൂടെ ആഗതനാകുമ്പോൾ കണ്ണ് കണ്ടിട്ടില്ലാത്തതും കാത് കേട്ടിട്ടില്ലാത്തതും മനുഷ്യഹൃദയം ആസ്വദിച്ചിട്ടില്ലാത്തതുമായ നിത്യാനന്ദത്തിലേക്ക് നീ ആത്മാവിനെ നീ സ്വീകരിക്കണമേ. അവിടെ നിന്റെ പരിശുദ്ധരോടുകൂടെ സന്തോഷപൂർവ്വം നിന്നെ പാടുവാൻ വേണ്ടി നിന്റെ അനുഗ്രഹത്തിന്റെ ജലത്താൽ ഈ ആത്മാവിന്റെ കറകൾ കഴുകി വിശുദ്ധീകരിക്കണമേ. എപ്പോഴും എപ്പോഴും എന്നേക്കും. സ്നേഹമേ, നീ എന്നിൽ കനിയേണമേ. പാപങ്ങളെല്ലാം ക്ഷമിക്കേണമേ. ദുഃഖത്തിലെന്നെ നീ താഴ്ത്തിയിടല്ലേ. നാശത്തിൽ നിന്നെന്നെ രക്ഷിക്കണേ. സ്നേഹമേ, നീ എന്നിൽ കനിയേണമേ. പാപങ്ങളെല്ലാം ക്ഷമിക്കേണമേ. ദുഃഖത്തിലെന്നെ നീ താഴ്ത്തിയിടല്ലേ. നാശത്തിൽ നിന്നെന്നെ രക്ഷിക്കണേ. നിൻവാണി കേൾക്കാതെ ദൂർത്തനായി, നിൻമുഖം കാണാതെ അന്ധനായി, നിൻ
വാണി കേൾക്കാതെ ദൂതനായി, നിൻമുഖം കാണാതെ അന്ധനായി, നിൻ സ്നേഹം മൂക്കാതെ തിന്മ ചെയ്തു, നിൻ ഗേഹത്തിൽ നിന്നും ദൂരെയായി. സ്നേഹമേ നീ എന്നിൽ കനിയേണമേ, പാപങ്ങളെല്ലാം ക്ഷമിക്കേണമേ. ദുഃഖത്തിൽ എന്നെ നീ താഴ്ത്തിയിടല്ലേ, നാശത്തിൽ നിന്നെന്നെ രക്ഷിക്കണേ. സ്നേഹമേ നീ എന്നിൽ കനിയേണമേ, സ്നേഹമേ നീ എന്നിൽ കനിയേണമേ, സ്നേഹമേ നീ എന്നിൽ കനിയേണമേ. സമയം സമാഗതമാ, സകലരും അനുതപിക്കാൻ, സർവം സമർപ്പിക്കുവാൻ, സകലരും അണഞ്ഞിടുവിൻ. സമയം സമാഗതമാ, സകലരും അനുതപിക്കാൻ, സർവം സമർപ്പിക്കുവാൻ, സകലരും അണഞ്ഞിടുവിൻ. അനുതാപിയെ ചേർത്തണയ്ക്കാൻ, അനുഗമിക്കാൻ ഒരുക്കിടുവാൻ, ആത്മാവിനാൽ നിറച്ചിടുവാൻ, ആഗതനായ വിളിച്ചിടുന്നു. തിരുവഴി വിട്ട് മരുഭൂവിലലയുന്ന പാപം വെടിഞ്ഞിടുവിൻ. തിരുവഴി വിട്ട് മരുഭൂവിലലയുന്ന പാപം വെടിഞ്ഞിടുവിൻ. സ്വയമേ ചമയ്ക്കുന്ന ഗേഹം വെടിഞ്ഞ് തിരുഗൃഹവാണിടുവിൻ. സ്വയമേ ചമയ്ക്കുന്ന ഗേഹം വെടിഞ്ഞ് തിരുഗൃഹവാണിടുവിൻ. തിരുജീവൻ നേടിടുവിൻ. അനുതാപിയെ ചേർത്തണയ്ക്കാൻ, അനുഗമിക്കാൻ ഒരുക്കിടുവാൻ, ആത്മാവിനാൽ നിറച്ചിടുവാൻ, ആഗതനായ
നവസൃഷ്ടിയായിടുവിൻ. സമയം സമാഗതമാ, സകലരും അനുതപിക്കാം, സർവം സമർപ്പിക്കുവാൻ സകലരും അണഞ്ഞിടുവിൻ. അനുതാപിയെ ചേർത്തണയ്ക്കാൻ, അനുഗമിക്കാൻ ഒരുക്കിടുവാൻ, ആത്മാവിനാൽ നിറച്ചിടുവാൻ ആഗതനായവൻ വിളിച്ചിടുന്നു. ആഗതനായവൻ വിളിച്ചിടുന്നു. ആഗതനായവൻ വിളിച്ചിടുന്നു. വർണ്ണ പൂവുകൾ വാരി വിതറി ഞാൻ വാനിന്റെ രാജനെ സ്വീകരിക്കും. വർണ്ണ പൂവുകൾ വാരി വിതറി ഞാൻ വാനിന്റെ രാജനെ സ്വീകരിക്കും. എൻ മാനസവാതിലിൽ തിരിതെളിച്ച് എൻ നാഥൻ തൻ വരവിനായി കാത്തിരിക്കും. എൻ ഹൃദയത്തിൽ ശയ്യയൊരുക്കും. വർണ്ണ പൂവുകൾ വാരി വിതറി ഞാൻ വാനിന്റെ രാജനെ സ്വീകരിക്കും. ഒരു 100 വട്ടം ഞാൻ വ്യാകുലപ്പെട്ടപ്പോൾ അരുതേ എന്നോടി നീ ഓടിയെത്തി. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, ആമേൻ. എന്റെ കർത്താവേ, നിന്നെ ഞാൻ പ്രകീർത്തിക്കും. മഹിമയുടെ അന്തിമ വിധി നാട് കർത്താവേ, നീ അണയുമ്പോൾ കരുണയോടെ നിലനിർത്തണമേ. നല്ലൊരുത്തുവലം ഭാഗ്യേ ആകാശവും ഭൂമി നിന്റെ ആകുന്നു. ആകാശവും ഈ ഭൂതലവും താപകമല്ലോ കർത്താവേ. ജീവിക്കുന്നവൻ അഭയം നീ നൽകണമെന്നതിനായുസ്സം. നഗരുടെ പാപങ്ങൾ മായ്ക്കണമേ നിൻ കൃപയാലേ. മാമോദീസ വഴിയങ്ങേ സുതരാണവനും നോക്കണമേ. അവന്റെ സന്തോഷത്തിലാകാനിക്കും കർത്താവേ, നിൻ ശോണിതവും ദിവ്യശരീരവും അറിവോടെ ഉൾക്കൊണ്ടവരാം നിൻ സുതരെ നിത്യവിരുന്നിൽ ചേർക്കണമേ. അവരിലാരും വിശ്വസിച്ചില്ല. മഴ പെയ്യുമ്പോൾ വ്യക്തികൾ പൊട്ടി മുളയ്ക്കുന്നു. പ്രാർത്ഥനാദം കേൾക്കുമ്പോൾ ഹൃദയ ജീവൻ ജയിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. പുത്രൻ രോഗായേ മൃതനാമെന്നിൽ കനിയേണം. ജീവൻ നൽകി മഹോന്നതമോ സഭയുടെ നാട്ടിൽ ചേർക്കണം. മഹനീയമായ നിന്റെ തേജസ്സിനെ അനുഗ്രഹങ്ങളെ സഹായിക്കുമാറാവട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, കർത്താവേ, നീ ആകാശത്തിലും ഭൂമിയിലും സുരക്ഷിതനാകുന്നു. ഞങ്ങളുടെ ജീവന്റെ കാരണവും പിന്നെ വിളങ്ങും വദനമുടയാൻ വരമനുടേണം. വിധിയുടെ നാളിൽ വിജയപ്രഭയിൽ വിണ്ടലമെങ്ങും പൊങ്ങി മുഴങ്ങും കാഹളം
സ്ഥിരമല്ലോ. ആകാശത്തിൽ നിന്ന് നിന്നെ ഞാൻ വിളിക്കുന്നു, മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. ആകാശത്തിൽ നിന്ന് നിന്നെ ഞാൻ വിളിക്കുന്നു, എന്റെ പ്രാർത്ഥന കേൾക്കണമേ. എന്നാൽ പാപമോചനം നിന്റെ മകനാകുന്നുവല്ലോ. എന്റെ പ്രതീക്ഷ അവന്റെ വാഗ്ദാനത്തിലാകുന്നു. ഹൃദയത്തിൻ ജാലകം തുറന്നിതാ നാഥ, വേഗം നീ അണയുകില്ലേ പൂജ്യനാം സ്നേഹരൂപാ. വർണ്ണ പൂവുകൾ വാരി വിതറി ഞാൻ വാനിന്റെ രാജനെ സ്വീകരിക്കും. വർണ്ണ പൂവുകൾ വാരി വിതറി ഞാൻ വാനിന്റെ രാജനെ സ്വീകരിക്കും. ഒരു 100 സൗഭാഗ്യനാളുകൾ തന്നു നീ, അതു ഞാൻ അറിയാതെ വിലപിച്ചെന്നു. ഒരു 100 സൗഭാഗ്യനാളുകൾ തന്നു നീ, അതു ഞാൻ അറിയാതെ വിലപിച്ചെന്നും. ഇന്നിതാ എല്ലാം അറിയുന്നു ദേവാ, ഇന്നിതാ എല്ലാം അറിയുന്നു ദേവാ, ഞാനിതാ ഉണർന്നിടുന്നു, ഞാനങ്ങേ വണങ്ങിടുന്നു. വർണ്ണ പൂവുകൾ വാരി വിതറി ഞാൻ വാനിന്റെ രാജനെ സ്വീകരിക്കും. വർണ്ണ പൂവുകൾ വാരി വിതറി ഞാൻ വാനിന്റെ രാജനെ സ്വീകരിക്കും. എൻ മാനസവാതിലിൽ തിരി തെളിച്ച് എന്നാഥൻ തൻ വരവിനായി കാത്തിരിക്കും. എൻ ഹൃദയത്തിൽ ശയ്യയൊരുക്കും, എൻ ഹൃദയത്തിൽ ശയ്യയൊരുക്കും, എൻ ഹൃദയത്തിൽ ശയ്യയൊരുക്കും. യേശുവേ എൻ ജീവനാദം, സ്നേഹക്കടലലയെ എന്നും നിൻ മുന്നിൽ വരുന്നു ഞാൻ. എൻ മനസ്സിനു ശാന്തി നൽകണമേ, മനസ്സിനു ശാന്തി നൽകണമേ. യേശുവേ എൻ ജീവനാദം, സ്നേഹക്കടലലയെ എന്നും നിൻ മുന്നിൽ വരുന്നു ഞാൻ. എൻ മനസ്സിനു ശാന്തി നൽകണമേ, മനസ്സിനു ശാന്തി നൽകണമേ. കടമ ചെയ്യാൻ ആരോഗ്യമേകു അറിവിന്നൊളിതാ, ഇരുളല മാറ്റാൻ നിന്നടിമ ഞാൻ നിന്നിലേക്കടുക്കാൻ. നിന്നടിമ ഞാൻ നിന്നിലേക്കടുക്കാൻ, മുട്ടിന്മേൽ
പ്രാർത്ഥന ചെയ്തിടുന്നു. യേശുവേ എൻ ജീവനാദം, സ്നേഹക്കടലലയെ എന്നും നിൻ മുന്നിൽ വരുന്നു ഞാൻ. എൻ മനസ്സിനു ശാന്തി നൽകണമേ, മനസ്സിനു ശാന്തി നൽകണമേ. മനസ്സിൻ കാമ്പ് അറിഞ്ഞിടുന്ന നീതിക്കുടയോ എൻ കർത്താവേ, നീ അറിയാതെ പുൽക്കൊടി പോലും നീ അറിയാതെ പുൽക്കൊടി പോലും മുളയ്ക്കുകയില്ല പാരിടത്തിൽ. യേശുവേ എൻ ജീവനാദം, സ്നേഹക്കടലലയെ എന്നും നിൻ മുന്നിൽ വരുന്നു ഞാൻ. എൻ മനസ്സിനു ശാന്തി നൽകണമേ, മനസ്സിനു ശാന്തി നൽകണമേ. പാപികൾക്കായി മുൾമുടി ചൂടി കുരിശിൽ ചേർന്ന് എൻ കർത്താവേ, ഉള്ളിൽ പ്രഭയായി വന്നിടാൻ കേഴും. ഉള്ളിൽ പ്രഭയായി വന്നിടാൻ കേഴും എൻ പാപക്കറകൾ കഴുകിടേനേ. യേശുവേ എൻ ജീവനാദം, സ്നേഹക്കടലലയെ എന്നും നിൻ മുന്നിൽ വരുന്നു ഞാൻ. എൻ മനസ്സിനു ശാന്തി നൽകണമേ, മനസ്സിനു ശാന്തി നൽകണമേ. കോടികൾ സ്നേഹം ചൊരിഞ്ഞിടുന്നു. മധുരം നൽകി നിൻ കൃപയാൽ വിശപ്പന്നകറ്റിയ പെരിയവനെ, രാജാധിരാജ യേശുനാഥ, കോടികൾ സ്നേഹം ചൊരിഞ്ഞിടുന്നു.
സവിധേ നന്മയുമായി നീ വന്നു ചേർന്നു. അജ്ഞർ തള്ളി പറഞ്ഞു നിന്നെ മുൾമുടി നൽകി കുരിശിലേറ്റി, മുൾമുടി നൽകി കുരിശിലേറ്റി. രാജാധിരാജ യേശുനാഥ കോടികൾ സ്നേഹം ചൊരിഞ്ഞിടുന്നു. ഉയർന്ന സ്നേഹം തന്നവരെ മണ്ണിരിൻ രക്ഷകനാം ദീപമേ. ലോകം വീണ്ടും സ്വർഗമാക്കാം. രാജാധിരാജ യേശുനാഥ കോടികൾ സ്നേഹം ചൊരിഞ്ഞിടുന്നു. നിൻ ദേവാലയ മണിനാദം, ദേവാലയ മണിനാദം. കാതിനിമ്പം തരും കുയിൽനാദം, കാതിനിമ്പം തരും കുയിൽനാദം. രാജാധിരാജ യേശുനാഥ കോടികൾ സ്നേഹം ചൊരിഞ്ഞിടുന്നു. കൃപമൊഴി തൂകിയേശു മാനവർക്കഭയമേശു. കൃപമൊഴി തൂകിയേശു മാനവർക്കഭയമേശു. പരിശുദ്ധാത്മാവിൻ സുതനേ നല്ലിടയൻ എന്നുമേശു. കൃപമൊഴി തൂകിയേശു മാനവർക്കഭയമേശു. മലരുകൾ പോൽ നിൻ മനസ്സ് അരുമയാകും നിൻ കരവും. മലരുകൾ പോൽ നിൻ മനസ്സ് അരുമയാകും നിൻ കരവും. ഭക്തിയോടെ മുന്നിൽ നിൽപ്പൂ, എൻ മനസ്സിൽ നന്മ ചൊരിയൂ. ഭക്തിയോടെ മുന്നിൽ നിൽപ്പൂ, എൻ മനസ്സിൽ നന്മ ചൊരിയൂ. കൃപമൊഴി തൂകിയേശു മാനവർക്കഭയമേ. അവന്റെ സന്തോഷത്തിൽ അവർ ആനന്ദിക്കും. കർത്താവേ, നിൻ ശോണിതവും ദിവ്യശരീരവും അറിവോടെ ഉൾക്കൊണ്ടവരാ നിൻ സുതരെ നിത്യവിരുന്നിൽ ചേർക്കണമേ. പിതാവിന് പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി. ബാവാപുത്രൻ റൂഹായേ മൃതാവിന്നിൽ കനിയേണം. ജീവൻ നൽകി മഹോന്നതമാം
സഭയുടെ നാട്ടിൽ ചേർക്കണം. പ്രാർത്ഥിക്കാൻ നമുക്ക് സമാധാനം. കർത്താവേ, നിന്റെ കരുണ ഞങ്ങളെ അനുഗമിക്കുകയും നിന്റെ ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചുകയും ചെയ്യുമാറാകട്ടെ. മഹനീയമായ നിന്റെ ദൈവത്തിന്റെ അനുഗ്രഹം ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ. കർത്താവേ, നീ ആകാശത്തിലും ഭൂമിയിൽ നിസ്തകനാകുന്നു. ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയും നീയാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ. ഓളകൾ പോലെല്ലാം എല്ലാം മാഞ്ഞറിയുന്നു. ഇന്നയുള്ളോർ ഇന്നിവിടില്ല, ഇനി വരികില്ല. യാത്രക്കാരാ മുന്നിലതാ നിൻ കബറിടമല്ലേ. ഞാൻ കണ്ടൊരു ദിനമെൻ ഭാവന തന്നിൽ എത്ര വിശിഷ്ടം സുഖസമ്പുഷ്ടം ദർശന സൗഖം. അകാത്തുനിന്നെ ഞാൻ വിളിക്കുന്നു, മരിച്ചവരെപ്പിക്കുന്നവനെ നാമത്തെ സ്തുതി. അകാത്തുനിന്നെ ഞാൻ വിളിക്കുന്നു, എന്റെ പ്രാർത്ഥന ജപിക്കൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ പാപമോചനം നിന്റെ പക്കൽ നിന്നാകുന്നുവല്ലോ. എന്റെ പ്രതീക്ഷ അവന്റെ വാഗ്ദാനത്തിലാകുന്നു. രക്ഷയും അവന്റെ പക്കലാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. അകാത്തുനിന്നെ ഞാൻ വിളിക്കുന്നു, മരിച്ചവരെപ്പിക്കുന്നവനെ തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാം നമുക്ക് സമാധാനം. സജീവവും ജീവദായകമായ ശബ്ദത്താൽ ലാസറിനെ ഏൽപ്പിച്ച കർത്താവേശമദീയമായ നീ ദിവസം നിന്റെ ദാസിയെ വിളിക്കുകയും നിന്റെ വലത്ത് ഭാഗത്ത് നിർത്തുകയും ചെയ്യട്ടെ. പാപങ്ങൾ പൊറുക്കുന്നവനും കരുണ നിറഞ്ഞവനും നീതിമാനുമായ വിധി കർത്താവേ, ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ. കാരുണ്യവാനും മനുഷ്യവംശത്തിന്റെ രക്ഷകനുമായ ദൈവമേ, അഭേദ്യമായ നിന്റെ കൽപ്പനുസരിച്ച് മരണം വഴി ലോകത്തിൽ വേർപിരിഞ്ഞു പോയ നിന്റെ അടിയതാത്മാവിനെ വിശുദ്ധ സമൂഹത്തിലേക്ക് പ്രവേശിപ്പിക്കണമേ. നീതിമാന്മാരെ സ്വർഗീയ മണവറയിലേക്ക് നയിക്കുവാനായി വാനമേഘങ്ങൾ നീ മഹത്വത്തോടെ ആകുമ്പോൾ കണ്ണു കണ്ടിട്ടില്ലാത്തതും കാതു കേട്ടിട്ടില്ലാത്തതും മനുഷ്യഹൃദയം ആസ്വദിച്ചിട്ടില്ലാത്തതുമായ നിത്യാന്തരേക്ക് ആത്മാവിനെ നീ സ്വീകരിക്കണമേ. അവൾ നിന്റെ വശന്മാരുടെ സന്തോഷപൂർവ്വം നിന്നെ പാടി പുകഴ്ത്തുവാൻ വേണ്ടി നിന്റെ അനുഗ്രഹത്തിൽ ആത്മാവിനെയും വിശദീകരിക്കണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സുതനേ നല്ലിടയൻ എന്നുമേശു, കൃപമൊഴി തൂകിയേശു, മാനവർക്കഭയമേശു. വചനങ്ങൾ മേലൻ തപസ്, അധിപനാകും എൻ ഈശൻ. വചനങ്ങൾ മേലൻ തപസ്, അധിപനാകും എൻ ഈശൻ. ആത്മാവ് കൂടമായി തീർന്ന
ആ ദിവ്യസുതനെ കാണാം. ആത്മാവ് സ്ഫുടമായി തീർന്ന ആ ദിവ്യസുതനെ കാണാം. കൃപമൊഴി തൂകിയേശു മാനവർക്കഭയമേശു. കൃപമൊഴി തൂകിയേശു മാനവർക്കഭയമേശു. പരിശുദ്ധാത്മാവിൻ സുതനേ നല്ലിടയൻ എന്നുമേശു. കൃപമൊഴി തൂകിയേശു മാനവർക്കഭയമേശു. ആകാശവും ഭൂമിയിലേതാവുന്നു. ആകാശവും ഈ ഭൂതലവും താപകമല്ലോ കർത്താവേ. ജീവിക്കുന്നവൻ അഭയം നീ നൽകണമേ മൃതനായുസ്സും. മൃതരാമരുടെ പാപങ്ങൾ മായ്ക്കണമേ നിൻ കൃപയാലേ. മാമോദീസ വഴി അങ്ങേ സുതരാമവരും നോക്കണമേ. അമ്മയുടെ സന്തോഷത്തിൽ അവരാനന്ദിക്കും. കർത്താവേ നിൻ സോളിതവും ദിവ്യ ശരീരവും അറിവോടെ ഉൾക്കൊണ്ടവരാ നിൻ സുതരെ നിത്യവിരുന്നിൽ ചേർക്കണമേ. പരിശുദ്ധാത്മാ
ഗ്രൂഹായേ മൃതനാമെന്നിൽ കനിയേരണം. കർത്താവേ, നിന്റെ കരുണ ഞങ്ങൾ അനുഗമിക്കുന്നതിന്റെ ദയാത്തിന്റെ പാപങ്ങൾ മായ്ച്ചുകയും ചെയ്യുമാറാവട്ടെ. മഹനീയമായ നിന്റെ സ്ത്രീത്വത്തിന്റെ അനുഗ്രഹം ഞങ്ങളെ സഹായിക്കുമാറാട്ടെ. ജീവന്റെ മരണത്തിന് നാഥൻ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരം. കർത്താവേ, നീ ആകാശത്തിനും ഭൂമിയിലും സ്തുത്യർഹനാവുന്ന ഞങ്ങളുടെ ജീവന്റെ കാരണം ആത്മാവിന്റെ പ്രത്യാശയും നീയാവുന്ന ജീവന്റെ മരണത്തിന് നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരം. ഉന്നത നൃപനാഥരെല്ലാരും മിന്നി വിളങ്ങും പരമരുണരാൻ പരമരുണേണം. ഉന്നത വിധിയുടെ നാളിൽ വിജയപ്രഭയിൽ വിണ്ടലമെന്നും പൊങ്ങി മുഴങ്ങും കാഹളനാദം പൂജിതമല്ലോ. ദിവസത്തിൽ നിന്റെ ദാസിയെ വിളിക്കുന്നതിന് വരത്വാദം കേട്ടെ. പാപങ്ങൾ വെറുക്കുന്നതിനും കരുണ നിറഞ്ഞവനും നീതിമാനായ കർത്താവേ, ജീവന്റെയും മരണത്തിന്റെ നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരം. മരിച്ചവരെ നീ കരുണാവരം ജീവിപ്പിക്കണമേ. ജീവിക്കുന്നവരെ ദയാവരം പരിപാലിക്കണമേ. ഉത്ഥാനം പ്രതീക്ഷിച്ച് മരണമടഞ്ഞവരെ മഹിമയോടെ ഏൽപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെ നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരം. കാര്യത്തിന്റെ നാഥന്റെയുമായ മിശിഹായെ നിന്റെ പുരുഷന്റെ അടയാളത്തോടും ദേവദൂതന്മാരുടെ അകമ്പടിയോടുകൂടെ വാനമേഘന്റെ പ്രത്യക്ഷനാവുകയും സ്വതരാജ്യത്തിന്റെ വാതിൽ തുറക്കപ്പെടുകയും മരിച്ചവർ അക്ഷയരായി കബറിടുന്ന ഉയർത്തിയും ദൃഷ്ടിയാണ് നീതിമാന്മാർന്ന് വേർതിരിക്കപ്പെടുന്ന ഭയാനകമായ ദിവസത്തിൽ നിന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് ലോകാരംഭത്തിൽ തന്നെ സജ്ജമാക്കപ്പെടുന്ന സ്വതരാജ്യത്തിലേക്ക് ഞങ്ങളുടെ ഈ സഹോദരിയെ നീ സ്വീകരിക്കണമേ. ഞങ്ങളിലും ഞങ്ങളുടെ സമൂഹത്തിലും നിന്റെ കൃപയാഗ്രഹം നിരന്തരം വസിക്കുമാറാകട്ടെ. എപ്പോഴും എപ്പോഴും എന്നേക്കും. ശരണം ശരണം
ഉണ്ടാവുകമല്ലോ കർത്താവേ. ജീവിക്കുന്നവനഭയം നീ നൽകണമേ മൃതനായിരുന്നു. അവന്റെ സന്തോഷത്തിൽ മൃതനാമെന്നിൽ കർത്താവേദിന്റെ കരുണ ഞങ്ങളെ അനുഗമിക്കുകയും മായ്ച്ചു കളയുകയും ചെയ്യുമാറാകട്ടെ. മഹനീയമായ ഗ്രഹത്വത്തിന്റെ അനുഗ്രഹം ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാശനം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. കർത്താവേ, നീ ആകാശത്തിലും ഭൂമിയിലും സ്തുത്യർഹനാകുന്നു. ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയും നീയാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ഉന്നത മിന്നി വിളങ്ങും വചനമുണരാൻ വരമരുടണം. വിധിയുടെ നാളിൽ വിജയപ്രഭയിൽ പൊങ്ങി മുഴങ്ങും കാഹളനാദം പൂജിതമല്ലോ. ഞാൻ വിളിക്കുന്നു മരിച്ചവരെ നിന്റെ തിരുനാമത്തിന് സ്തുതി. അഗാധത്തിൽ നിന്നെ ഞാൻ വിളിക്കുന്നു. നിന്റെ പ്രാർത്ഥന ചെയ്തുകൊള്ളണമേ. പാപമോചനം നിന്റെ പക്കലാകുന്നുവല്ലോ. എന്റെ പ്രതീക്ഷ അവന്റെ വാഗ്ദാനത്തിലാകുന്നു. പുലരിയാവാൻ കാത്തിരിക്കുന്ന ആൾക്കാരെ പോലെ ഇസ്രായേൽ കർത്താവിനെ കാത്തിരിക്കുന്നു. പൂർണ്ണമായ രക്ഷയും അവന്റെ പക്കലാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഞാൻ വിളിക്കുന്നു മരിച്ചവരെ കൽപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. സജീവവും ജീവദായകവുമായ ശബ്ദത്താൽ ആസർണകർപ്പിച്ച കർത്താവേ, ആ ശബ്ദമഹനീയമായ നീതിവിധിയുടെ ദിവസത്തിൽ നിന്റെ ദാസിയെ വിളിക്കുകയും നിന്റെ വലതുഭാഗത്ത് നിർത്തുകയും ചെയ്യട്ടെ. പാപങ്ങൾ പൊറുക്കുന്നവനും കരുണ നിറഞ്ഞവനും നീതിമാനുമായ വിധി കർത്താവേ, ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. കർത്താവേ, മരിച്ചവരെ നീ കരുണാപൂർവ്വം ജീവിപ്പിക്കണമേ. ജീവിക്കുന്നവരെ ദയാപൂർവ്വം പരിപാലിക്കണമേ. ഉദ്ധാനം പ്രതീക്ഷിച്ച് മരണമടഞ്ഞവരെ മഹിമയോടെ ഉയർപ്പിക്കണമേ. ജീവന്റെയും മനത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. നാഥനും ദൈവവുമായ വിശേഷായേ, നിന്റെ കുരിശിന്റെ അടയാളത്തോടെ നേതൃത്വന്മാരുടെ കമ്പടിയോടുകൂടെ വാനമേഘങ്ങളിൽ അങ്ങ് പ്രത്യക്ഷമാവുകയും സ്വർഗരാജ്യത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടുകയും മരിച്ചവർ അക്ഷയരായ കബറിടങ്ങളിൽ നിന്ന് ഉയർത്തുകയും ദുഷ്ടജനങ്ങൾ നീതിമാന്മാരിൽ നിന്ന് വേർതിരിക്കപ്പെടുകയും ചെയ്ത ഭയാനകമായ വിധി ദിവസത്തിൽ നിന്റെ തെരഞ്ഞെടുക്കപ്പെട്ടവർക്കായി ലോകാരംഭത്തിൽ തന്നെ സജ്ജമാക്കപ്പെട്ടിരിക്കുന്ന സ്വർഗരാജ്യത്തിലേക്ക് ഞങ്ങളുടെ സഹായം സ്വീകരിക്കണമേ. ഞങ്ങളിലും ഞങ്ങളുടെ സമൂഹത്തിലും നിന്റെ കൃപയാനുഗ്രഹം നിരന്തരം വസിക്കുമാറാകട്ടെ. എപ്പോഴും എപ്പോഴും ജീവൻ നൽകി മഹോന്നതമാം പ്രഭയുടെ നാട്ടിൽ ചേർക്കണം.
ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ആകാശത്തിലും ഭൂമിയിലും സ്തുത്യർഹനാകുന്നു. ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയും അങ്ങാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ഞാൻ വിളിക്കുന്നു, മരിച്ചവരെ ഏർപ്പിക്കുന്നവരെ നാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാം, നമുക്ക് സമാധാനം. സജീവവും ജീവിതായകവുമായ ശബ്ദത്താൽ ലാസനെ ഏൽപ്പിച്ച കർത്താവേ, ആ ശബ്ദം മഹനീയമായ നീതിവിധിയുടെ ദിവസത്തിന് ദാസിയെ വിളിക്കുന്നത് വലപ്പാദം നിർത്തുകയും ചെയ്യട്ടെ. പാപങ്ങൾ പൊറുക്കുന്നവനും കരുണ നിറഞ്ഞവനും നീതിമാനുമായ കർത്താവേ, ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. കർത്താവേ, മരിച്ചവരെ കരുണാപൂർവ്വം ജീവിപ്പിക്കണമേ. ജീവിക്കുന്നവരെ ദയാപൂർവ്വം പരിപാലിക്കണമേ. ഉത്ഥാനം പ്രതീക്ഷ മരണോടെ മഹിമയോടുകൂടി ഉയർപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. സകലത്തിന്റെയും നാഥനും ദൈവമായ മിശിഹായെ, നിന്റെ കുരിശിന്റെ അടയാളത്തോടും ദൈവദൂതന്മാരുടെ അകമ്പടിയോടും കൂടെ വാനമേഘങ്ങളിൽ നീ പ്രത്യക്ഷനാവുകയും സ്വർഗരാജ്യത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടുകയും മരിച്ചവർ രക്ഷകരായ കപടങ്ങൾ ഉയർക്കുകയും ദുഷ്ടജനങ്ങൾ നീതിമാന്മാൻ വേർതിരിക്കപ്പെടുകയും ചെയ്യുന്ന ഭയാനകമായ വിധി ദിവസത്തിൽ നിന്റെ തിരഞ്ഞെടുപ്പുകൾക്കായി ലോകാരംഭത്തിന് സജ്ജമാകുന്ന സ്വർഗരാജ്യത്തിലേക്ക് ഞങ്ങളെ സഹോദരിയെ നീ സ്വീകരിക്കണമേ. ഞങ്ങളിലും ഞങ്ങളുടെ സമൂഹത്തിലും നിന്റെ കൃപയും അനുഗ്രഹവും നിരന്തരം വർദ്ധിക്കുമാറാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അത്യുന്നതങ്ങളിൽ ദൈവത്തിന്റെ സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ,
നിന്റെ കാരുണ്യത്തെ പുകഴ്ത്തുകയും മഹനീയമായ തൃത്വത്തിന്റെ നിഗൂഢമായ ശക്തിയെ സ്തുതിക്കുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ. മനുഷ്യജീവിതം പുൽക്കുടിക്ക് തുല്യമാകുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നാമത്തിന് സ്തുതി. ചുടുകാറ്റടിക്കുമ്പോൾ മാടിപ്പോവുകയും ചെയ്യുന്നു. അത് നിന്നിരുന്ന സ്ഥലവും അജ്ഞാതമായി തീരുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. മനുഷ്യജീവിതം പുൽക്കുടിക്ക് തുല്യമാകുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാം നമുക്ക് സമാധാനം. മണ്ണിൽ നിന്ന് ഭാരത്തെ സൃഷ്ടിച്ചവനും അയാളുടെ സന്താനങ്ങൾ ഉത്ഥാനം വഴി നവീകരിക്കുന്നതിനുമായ കർത്താവെ നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ എന്നേക്കും. എന്റെ ദിവസം എത്ര പരിമിതങ്ങളാകുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ തിരുനാമത്തിന് സ്തുതി. എന്തുകൊണ്ടെന്നാൽ ജീവിതം നിഴൽ പോലെ കടന്നു പോകുന്നു. കർത്താവേ, നീയല്ലാതെ ആരെയും ആശ്രയം. എല്ലാ തിന്മകളിൽ നിന്നും എന്നെ രക്ഷിക്കണമേ. വ്യർത്ഥം സകലേശ ഞങ്ങൾ കരുളുക നവജീവൻ. നിതരാം നൂതനമാക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. എന്റെ സഹോദരരെ, തെസ്സലോനിയക്കാർക്ക് ലേഖനം. എന്റെ സഹോദരരെ, മരിച്ചവരെ കുറിച്ച് പ്രത്യാശയില്ലാത്തവരെ പോലെ നിങ്ങൾ ദുഃഖിക്കരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഈശോ മരണശേഷം ഉയർത്തെഴുന്നേറ്റു എന്ന് നാം വിശ്വസിക്കുന്നു. അങ്ങനെ തന്നെ ദൈവം ഈശോയിൽ മരിച്ചവരെയും അവനോടുകൂടെ ഉയർപ്പിക്കും. നമ്മുടെ കർത്താവ് ആഗതനാകുമ്പോൾ ജീവിച്ചിരിക്കുന്നവർ മരിച്ചവർക്ക് മുമ്പ് കടക്കുകയില്ല എന്ന് നമ്മുടെ കർത്താവിന്റെ വാക്കുകളിൽ ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ കർത്താവ് അധികാരത്തോടും പ്രധാന മാലാഖയുടെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്നും എഴുന്നേറ്റ് വരും. മിശിഹായിൽ മരിച്ചവർ ആദ്യം ഉയർത്തെഴുന്നേൽക്കും. അപ്പോൾ ജീവിച്ചിരിക്കുന്നവരായ നാം കർത്താവിന്റെ എതിരേൽപ്പിനായി അവരോടുകൂടി മേഘങ്ങളിൽ എടുക്കപ്പെടും. നാം ഇന്നും കർത്താവിനോടുകൂടി ആയിരിക്കുകയും ചെയ്യും. എന്റെ വചനം കേൾക്കുകയും എന്നെ അയച്ചവനെ വിശ്വസിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട് എന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. അവൻ വിധിക്ക് വിധേയനാവുന്നില്ല. മരണത്തിൽ നിന്ന് അവൻ ജീവനിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുന്നു. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുകയും കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന സമയം അടുത്തിരിക്കുന്നു. അല്ല, അത് വന്നു കഴിഞ്ഞു. എന്തുകൊണ്ടെന്നാൽ ജീവന്റെ ഉറവിടമായ പിതാവ് തന്റെ പുത്രനെയും ജീവന്റെ ഉറവിടമാക്കിയിരിക്കുന്നു. മനുഷ്യപുത്രനായതുകൊണ്ട് വിധികർത്താവാകുവാനുള്ള അധികാരവും അവന് കൊടുത്തിരിക്കുന്നു. നിങ്ങൾ ഇതിൽ വിസ്മയിക്കേണ്ട. എന്തുകൊണ്ടെന്നാൽ കല്ലറയിൽ ഉള്ളവർ അവന്റെ ശബ്ദം കേൾക്കുന്ന സമയം വരുന്നു. അപ്പോൾ നന്മ ചെയ്തവർ ജീവന്റെ ഉയർപ്പിനും തിന്മ ചെയ്തവർ വിധിയുടെ ഉയർപ്പിനുമായി പുറത്തു വരും. മിശിഹായിൽ പ്രിയപ്പെട്ടവരെ, ജീവിതത്തിന്റെ സായാഹ്നത്തിൽ
കർത്താവ് തന്റെ പക്കലേക്ക് വിളിച്ച നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു സഹോദരിയുടെ ശവമഞ്ചത്തിന് ചുറ്റും അന്തിമ അഭിവാദനങ്ങൾ അർപ്പിക്കാൻ, നമ്മുടെ സ്നേഹവും ആദരവും പ്രകടിപ്പിക്കാൻ, ഈ സഹോദര ആത്മശാന്തിക്കായി പ്രാർത്ഥിക്കാൻ നമ്മൾ ഒന്നു ചേർന്നിരിക്കുകയാണ്. ഈ ശുശ്രൂഷയുടെ അവസാന ഘട്ടത്തിൽ അപ്പസ്തോലന്റെ വാക്കുകളോട് ഉദ്ധരിക്കപ്പെടും: ഞാൻ നല്ലവണ്ണം യുദ്ധം ചെയ്തു, എന്റെ ഓട്ടം പൂർത്തിയാക്കി, വിശ്വാസം സംരക്ഷിച്ചു. അതിനാൽ നീതിയുള്ള ന്യായാധിപനായ കർത്താവ് നീതിയുടെ മുടി എന്നെ അണിയിക്കുമാറാകട്ടെ. അത് 94 വർഷം നീണ്ടു നിൽക്കുന്ന വിശ്വാസത്തിന്റെയും സ്നേഹത്തിന്റെയും സേവനത്തിന്റെയും ശുശ്രൂഷയുടെയും ഓട്ടം ഇവിടെ പൂർത്തിയാവുകയാണ്. ഈ ഓട്ടം പൂർത്തിയാക്കി സമ്മാനം വാങ്ങുന്നതിനായി സമയത്തിന്റെ പൂർണ്ണതയിൽ ഈ സഹോദരി ആയിരിക്കുന്ന സ്ഥലത്തേക്ക്, ദൈവത്തിന്റെ ഭവനത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നതിനായി ഇന്നലെ രാത്രി ഈ വീട്ടിലെത്തി. ആ ദൈവത്തിന്റെ കരങ്ങളിലാണ് ഈ ജീവനെ നമ്മൾ ഇന്നലെ സമർപ്പിച്ചത്. ഏറ്റവും സൗഭാഗ്യകരമായ, ഏറ്റവും അനുഗ്രഹപ്രദമായ ഒരു മരണമായിരുന്നു അത്. മരണം കള്ളനെ പോലെ വരും, നനച്ചിരിക്കാത്ത നേരത്ത് വരും എന്നൊക്കെ നാം കേട്ടിട്ടുണ്ട്. പക്ഷെ ഈ വലിയമ്മയെ സംബന്ധിച്ചിടത്തോളം മരണം മാലാഖയെ പോലെ വന്നു. മുന്നറിയിപ്പ് നൽകി, ഒരുങ്ങി, ഒരുക്കം പൂർത്തിയാക്കി, വിട പറയാൻ അവസരം നൽകി, ശുശ്രൂഷിക്കാനുള്ള ദിനങ്ങൾ നൽകിക്കൊണ്ട് യാത്ര പറയുന്ന അനുഭവം. ഒരു നദി മലയിൽ നിന്ന് ആരംഭിച്ച് ഒഴുകി തീരത്തെത്തി അവസാന സമുദ്രത്തിൽ ലയിക്കുന്നത് പോലെ, ലയിക്കുന്ന നേരത്ത് നദിയും കടലും എന്തെന്ന് തിരിച്ചറിയാൻ കഴിയാത്ത സ്ഥിതിവിശേഷം. അതുപോലെ 94 വർഷത്തെ ഓട്ടം കഴിഞ്ഞ്, ഓട്ടം നിലച്ച് നിശ്ചലമായി ദൈവമാകുന്ന സമുദ്രത്തിൽ ലയിക്കുന്ന അനുഭവമായിരുന്നു ഈ മരണം എന്ന് എനിക്ക് തോന്നുന്നു. എങ്കിൽ ഈ മരണത്തിൽ ദുഃഖിക്കാനല്ല, ആശ്വസിക്കാനാണ് നമുക്കൊക്കെ അവകാശമുള്ളത്. ദൈവത്തോടൊന്നിച്ച് സന്തോഷിക്കാനുള്ള അവസരമാണിത്. നമുക്കെല്ലാം മനതാപത്തോടും പഠിച്ചോടും കൂടെ നിന്ന് കർത്താവ് ആത്മാനോട് കരുണ തോന്നണമേന്ന് പ്രാർത്ഥിക്കുക. അനന്തമായ സ്നേഹത്താൽ ഞങ്ങളെ രക്ഷിക്കുകയും അതുല്യമായ കൃപയാൽ ഞങ്ങളെ രക്ഷിക്കുകയും ചെയ്ത മിശിഹായെ, നിന്റെ കൽപ്പനയാൽ ഈ ലോകം വിട്ടു പുറപ്പെടുന്ന ഈ ആത്മാവിനെ നിത്യാനന്ദത്തിന്റെ തുറമുഖത്ത് സുരക്ഷിതമായി എത്തിക്കുവാൻ നിന്റെ പരിശുദ്ധ ദൂതന്മാരെ നിയോഗിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവകാശിയാക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദുഃഖിതരെ ആശ്വസിപ്പിക്കുവാൻ വേണ്ടി ലാസറിന്റെ മരണത്തിൽ സ്വയം കണ്ട നേർച്ചന്റെ മിശിഹായെ, കരയുന്നവരുടെ മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കും കർത്താവേ, നീ ആകാശത്തിലും ഭൂമിയിൽ സ്ഥിതനാകുന്നു. ഞങ്ങൾ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയും നീയാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ. അന്നൊരു ദിവസം ും
യുദ്ധം ചെയ്തു. ഞാൻ എൻ്റെ ഓട്ടം പൂർത്തിയാക്കി. എൻ്റെ വിശ്വാസം ഞാൻ സംരക്ഷിച്ചു. അതിനാൽ നീതിയുള്ള ന്യായാധിപനായ കർത്താവ് ഈ ദിവസം നീതിയുടെ മുടി എന്നെ അണിയിക്കുമാറാകട്ടെ. വിശ്വസ്തരായ പ്രത്യർക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട നിത്യാനന്ദത്തിലേക്ക് ദൈവം നിന്നെ പ്രവേശിപ്പിക്കുമാറാകട്ടെ. എന്റെ വചനം കേൾക്കുകയും എന്നെ അയച്ചവനെ വിശ്വസിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട് എന്ന സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. അവൻ വിധിക്ക് വിധേയനാവുകയില്ല. മരണത്തിൽ നിന്ന് അവൻ ജീവനിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുന്നു. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവപുത്രന്റെ ശബ്ദം കേൾക്കുകയും അത് കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന സമയം അടുത്തിരിക്കുന്നു. അല്ല, അത് വന്നു കഴിഞ്ഞു. എന്തുകൊണ്ടെന്നാൽ പിതാവിന് തന്നിൽ തന്നെ ജീവനുള്ളതുപോലെ പുത്രനുമുണ്ടാകുവാൻ അവൻ വരം നൽകിയിരിക്കുന്നു. മനുഷ്യപുത്രനായതുകൊണ്ട് വിധികർത്താവാകുവാനുള്ള അധികാരവും അവന് കൊടുത്തിരിക്കുന്നു. നിങ്ങൾ ഇതിൽ വിസ്മയിക്കേണ്ട. എന്തുകൊണ്ടെന്നാൽ കല്ലറയിലുള്ളവർ അവന്റെ ശബ്ദം കേൾക്കുന്ന സമയം വരുന്നു. അപ്പോൾ നന്മ ചെയ്തിട്ടുള്ളവർ ജീവന്റെ ഉയർപ്പിനും തിന്മ ചെയ്തവർ വിധിയുടെ ഉയർപ്പിനുമായി പുറത്തു വരും. ഇന്നു നിങ്ങൾ എൻ്റെ ദേഹം സംസ്കരിച്ചിടും. അന്ത്യനാളിൽ മൃതരിൽ നിന്നും ഉയർത്തെഴുന്നേൽക്കും. ഞാൻ ഉയർത്തെഴുന്നേൽക്കും. ഇന്നു നിങ്ങൾ എൻ്റെ ദേഹം സംസ്കരിച്ചിടും. അന്ത്യനാളിൽ മൃതരിൽ നിന്നും ഉയർത്തെഴുന്നേൽക്കും. ഞാൻ ഉയർത്തെഴുന്നേൽക്കും. യേശുനാഥൻ വീതിക്കാനായി അണയും നേരം കാഹളധ്വനി കേട്ടു ഞാൻ ഉയർത്തെഴുന്നേൽക്കും. യേശുനാഥൻ വീതിക്കാനായി അണയും നേരം കാഹളധ്വനി കേട്ടു ഞാൻ ഉയർത്തെഴുന്നേൽക്കും. ആത്മനാഥനേശുവിൻ്റെ മധുരനാദം ശ്രവിക്കുവാൻ ആശയോടെ തിരുമുമ്പിൽ അണഞ്ഞിടും ഞാൻ. ഇന്നു നിങ്ങൾ എൻ്റെ ദേഹം സംസ്കരിച്ചിടും. അന്ത്യനാളിൽ മൃതരിൽ നിന്നും ഉയർത്തെഴുന്നേൽക്കും. ഞാൻ ഉയർത്തെഴുന്നേൽക്കും. ദുഃഖമെല്ലാം അകറ്റി നിങ്ങൾ ശാന്തി നേടുവിൻ. ആത്മാവിൻ വരങ്ങളാലെ ശക്തരാകുവിൻ. ദുഃഖമെല്ലാം അകറ്റി നിങ്ങൾ ശാന്തി നേടുവിൻ. ആത്മാവിൻ വരങ്ങളാലെ ശക്തരാകുവിൻ. തിരുഹിതം മോദമായി നിറവേറ്റുവിൻ. തിരുമുൻപിൽ ധന്യരായി ജീവിക്കുവിൻ. ഇന്നു നിങ്ങൾ എൻ്റെ ദേഹം സംസ്കരിച്ചിടും. അന്ത്യനാളിൽ മൃതരിൽ നിന്നും ഉയർത്തെഴുന്നേൽക്കും. ഞാൻ ഉയർത്തെഴുന്നേൽക്കും. ഇന്നു നിങ്ങൾ എൻ്റെ ദേഹം സംസ്കരിച്ചിടും.
അന്ത്യനാളിൽ മൃതരിൽ നിന്നും ഉയർത്തെഴുന്നേൽക്കും ഞാൻ ഉയർത്തെഴുന്നേൽക്കും ഞാൻ ഉയർത്തെഴുന്നേൽക്കും ഞാൻ ഉയർത്തെഴുന്നേൽക്കും. നന്മ നിറഞ്ഞ നൽനാമം ഉന്നതയാം കന്യതൻ നാമം വാഴ്ത്തിടട്ടെ നിന്നാമം സ്നേഹരാഗം നിന്നാമം വാഴ്ത്തിടട്ടെ നിന്നാമം സ്നേഹരാഗം നിന്നാമം. നന്മ നിറഞ്ഞ നൽനാമം ഉന്നതയാം കന്യതൻ നാമം വാഴ്ത്തിടട്ടെ നിന്നാമം സ്നേഹരാഗം നിന്നാമം വാഴ്ത്തിടട്ടെ നിന്നാമം സ്നേഹരാഗം നിന്നാമം. മനുഷ്യ നീ മണ്ണാകുന്നു, മണ്ണിലേക്കു മടങ്ങും നൂനം. അനുതാപ കണ്ണുനീർ വീഴ്ത്തി പാപ പരിഹാരം ചെയ്തു കൊള്ളുക നീ. മനുഷ്യ നീ മണ്ണാകുന്നു, മണ്ണിലേക്കു മടങ്ങും നൂനം. ഫലം നൽകാതുയർന്നു നിൽക്കും വൃക്ഷനിരയെല്ലാം അരിഞ്ഞു വീഴ്ത്തും. എരിതീയിലെരിഞ്ഞു വീഴും നീരി നിറം മാറി ചാമ്പലായിത്തീരും. മനുഷ്യ നീ മണ്ണാകുന്നു, മണ്ണിലേക്കു മടങ്ങും നൂനം. ദൈവപുത്രൻ വരുന്നൂഴിയിൽ ധാന്യക്കളമെല്ലാം ശുചിയാക്കുവാൻ നെന്മണികൾ സംഭരിക്കുന്നു, കെട്ട പതിരെല്ലാം ചുട്ടരിക്കുന്നു. ശബ്ദമുയർത്തുമ്പോൾ
എൻ്റെ പിതാക്കന്മാരും ആത്മീയ പാലകരുമായ പുരോഹിതരെ, ദൈവവചനങ്ങളാൽ എൻ്റെ ആത്മാവിന് മോക്ഷം നൽകിയ നിങ്ങളോട് ഞാൻ യാത്ര പറയുന്നു. ഞാൻ നിങ്ങളിൽ നിന്നകന്നു പോകുന്നുവെങ്കിലും എൻ്റെ സ്നേഹമെന്നും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും. സ്വർഗരാജ്യത്തിൽ നാം ഒരുമിക്കുന്നവരെ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. തുടർന്ന് മൃതശക്തിയിലും സിമിത്തേരിയിലേക്ക് എടുക്കപ്പെടുകയാണ്. ഇപ്പോൾ ചുംബിക്കുവാനവർക്ക് ചുംബിക്കാം. സഹോദരരെ, നമ്മെ സൃഷ്ടിക്കുകയും മരണശേഷം മരണശേഷം ഉയർപ്പിച്ച് അക്ഷയരാക്കുകയും ചെയ്യുന്ന ദൈവം വാഴ്ത്തപ്പെട്ടവനാകട്ടെ. വയലിൽ പുലർപ്പണി പോലെ മണ്ണിലേക്കു മടങ്ങും നൂനം ആയിരങ്ങൾ വീണു താഴുന്നു, മർത്യ മാനസങ്ങൾ വെന്തു നീറുന്നു. നിത്യജീവൻ നൽകിടും നീർച്ചാൽ വിട്ടു മരുഭൂവിൽ ജലം തേടുന്നു. മനുഷ്യ നീ മണ്ണാകുന്നു, മണ്ണിലേക്കു മടങ്ങും നൂനം. അനുതാപ കണ്ണുനീർ വീഴ്ത്തി പാപ പരിഹാരം ചെയ്തു കൊള്ളുക നീ. കൊണ്ട് നീ എന്നെ തളിക്കുക, ഞാൻ നിർമ്മലനാകും. എന്നെ കഴുകുക, ഞാൻ മഞ്ഞിനേക്കാൾ വെണ്മയുള്ളവനാകും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. മനുഷ്യ, നീ പൊടിയാകുന്ന പൊടിയിലേക്ക് തന്നെ മടങ്ങുമെന്ന് അരുളിച്ചെയ്ത സകലത്തിന്റെ നാഥനായ ദൈവം നിന്നെ ഉയർപ്പിന്റെ മഹത്വത്തോടുകൂടി അവസാന ദിവസം തന്റെ വലത്തെ ഭാഗത്ത് നിർത്തട്ടെ. നീ സ്വീകരിച്ച വിശുദ്ധ കൂദാശകൾ അത്യുന്നത ദൈവത്തിന്റെ ന്യായാസനത്തെങ്കിൽ നിന്നെ സഹായിക്കട്ടെ. ജീവന്റെയും മണ്ണത്തിന്റെയും നാഥനും പിതാപുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. മനുഷ്യ, നീ പൊടിയാകുന്നു, പൊടിയിലേക്ക് തന്നെ മടങ്ങുമെന്ന് ഓർത്തുകൊള്ളുക.
കർത്താവേ നീ അനുഭവത്തേക്കും മഹിമയോടെ കരുണയോടെ ആകാശവും ഭൂമിയും നിന്റേതാകുന്നു. ആകാശവും ഈ ഭൂതലവും പാവകമല്ലോ കർത്താവേ. ജീവിക്കുന്നവരഭയം നീ നൽകണമേ മുതലായുസ്സും. കീർത്തനങ്ങൾ പാടും ഹൃദയാന്തരരുടെ ഭാവങ്ങൾ മൈക്കണമേ നിൻ കൃപയാലെ. അവന്റെ സന്തോഷത്തിൽ അവരാനന്ദിക്കും. കർത്താവിൻ ശോണിതവും ജീവശരീരവും അറിവോടെ ഉൾക്കൊണ്ടവരാ നിൻസുതരെ നിത്യവിരുന്നിൽ ചേർക്കണമേ. മഴ പെയ്യുമ്പോൾ വയലുകളിൽ വിത്തുകൾ പൊട്ടി മുളയ്ക്കുന്നു. കാഹളനാദം കേൾക്കുമ്പോൾ മൃതരിൽ ജീവനുദിക്കുന്നു. ആദ്യം മുതലുള്ളവയെല്ലാം തെളിവായ എന്നുടെ നാഥാൻ തിരുവഴിയെല്ലാം കാണുന്നു. നിരവധിയാമൻ പാപങ്ങൾ ശരിയായ വിധിക്കല്ലേ. ജീവൻ നൽകി മകോന്നതമാം പ്രഭയുടെ നാട്ടിൽ ചേർക്കണം. ആദ്യം മുതലെന്നേക്കുമാമേ. സർവാധിപനാ കർത്താവേ നിന്നെ വണങ്ങി നമിക്കുന്നു. ഈശോ മിശിഹ ഞങ്ങളിതാ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. ജനമെല്ലാം പ്രകീർത്തിക്കട്ടെ ഞങ്ങളുടെ മറ്റ് ശരീരങ്ങൾ ഉത്ഥാനം നീയേകുന്നു. നാഥ ഞങ്ങളുടെ ആത്മാവും രക്ഷിക്കുന്നവനല്ലോ നീ. നിത്യമർത്യൻ പരിശുദ്ധൻ ഞങ്ങൾ കേൾക്കണമേ. പാപിനിക്ക് പൊറുതി കൊടുത്ത അവളെ വിശുദ്ധീകരിച്ച കർത്താവേ, നിന്റെ അനുഗ്രഹത്താൽ മരിച്ചവരെ വിശുദ്ധീകരിക്കണമേ. മാലാഖമാരോടത്ത് സ്വർഗത്തിൽ നിന്നെ സ്തുതിക്കുവാൻ അവരെ യോഗ്യരാക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നയിക്കും. കർത്താവിന് ദാസീവിധിനാളിൽ സകല സംഗീതം നിന്നെ വിളിക്കട്ടെ. സ്വർഗകവാടം തുറക്കൂ നാഥ, കാരുണ്യവായ്പോടെ നോക്കൂ. സ്വർഗകവാടം തുറക്കൂ നാഥ, കാരുണ്യവായ്പോടെ നോക്കൂ. നിൻ വിളി കേട്ടങ്ങു വന്ന നിന്റെ ദാസനെ സന്നിധി ചേർക്കൂ. നിൻ വിളി കേട്ടങ്ങു വന്ന നിന്റെ ദാസനെ സന്നിധി ചേർക്കൂ. നടക്കുന്ന മാൻപേടെ പോലെ എന്നെ ഹൃദയന്റെ നോക്കി സജീവവും ജീവദായകമായ ശബ്ദത്താൽ ആസനം ഏർപ്പിച്ച കർത്താവേ, ആ ശബ്ദം മഹനീയമായ നീതിവിധിയുടെ ദിവസത്തിൽ നിന്റെ ദാസിയെ വിളിക്കുകയും നിന്റെ വലത്ത് ഭാഗത്തുറത്തുകയും ചെയ്യട്ടെ. പാപങ്ങൾ ഓർക്കുന്നവന് കരുണ നിറഞ്ഞവനും നീതിമാനായ വിധി കർത്താവേ, ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര. കർത്താവേ, മരിച്ചവരെ നീ കരുണാപൂർവം ജീവിപ്പിക്കണമേ. ജീവിക്കുന്നവരെ ദയാപൂർവം പരിപാലിക്കണമേ. ഉത്ഥാനം പ്രതീക്ഷിച്ച് മരണമടഞ്ഞവരെ ഉയർപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കും.
സകലത്തിന്റെ നാഥനായ ദൈവം തന്റെ നീതിമാന്മാരോടും വിശുദ്ധരോടും കൂടെ ഉത്കൃഷ്ടമായ ഉയർപ്പും മഹനീയമായ നിത്യജീവനം നൽകി സ്വർഗരാജ്യമാകുന്ന ഓർസ്ഥലത്തേക്ക് ഇയാളെ പ്രവേശിപ്പിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വേർപെട്ടു പോയ മിശിഹായുടെ ഭൗതിക ശരീരത്തിൽ അംഗത്തെ അനുഗമിക്കുകയും ഈ മതസംസ്കാരത്തിൽ സഹകരിച്ച് ഇയാളെ ബഹുമാനിക്കുകയും ചെയ്ത ഞങ്ങളെല്ലാവരെയും ദൈവസമർത്ഥമായി അനുഗ്രഹിക്കുമാറാകട്ടെ. അവിടുത്തെ കൃപ നിരന്തരം ഞങ്ങളിൽ വസിക്കുകയും അവിടുത്തെ കാരുണ്യം നിത്യം നിങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. പ്രിയമുള്ളവരെ, ഞങ്ങളുടെ അമ്മയുടെ ഈ സംസ്കാര ശുശ്രൂഷകളിൽ സംബന്ധിച്ച് എല്ലാവർക്കും പ്രത്യേക നന്ദി പറയുന്നു. ഏറ്റവും പ്രത്യേകമായി ബഹുമാനപ്പെട്ട ജനറാളച്ചനും ചാൻസലറച്ചനും മംഗലപ്പുഴ സെമിനാരിയിലെ റെക്ടറച്ചനും അതുപോലെ തന്നെ എന്നോടൊപ്പം അധ്യാപനം നടത്തുന്ന എല്ലാ അധ്യാപകരായ അച്ഛന്മാർക്കും അതുപോലെ എല്ലാ ബന്ധുമിത്രാദികൾക്കും എല്ലാവർക്കും ഈ കുടുംബാംഗങ്ങളുടെ പേരിൽ ഞാൻ നിങ്ങൾക്ക് നന്ദി പ്രകാശിപ്പിക്കുന്നു. സ്വർഗ കവാടം തുറക്കൂ, നാഥ കാരുണ്യവായ്പോടെ നോക്കൂ. മന്നേതിൽ ജീവിച്ച നാളിൽ വല്ല വീഴ്ചകൾ വന്നു പോയെങ്കിൽ, മന്നേതിൽ ജീവിച്ച നാളിൽ വല്ല വീഴ്ചകൾ വന്നു പോയെങ്കിൽ, സർവം പൊറുക്കണേ നാഥ, നിന്റെ കാരുണ്യമളവറ്റതല്ലേ. സർവം പൊറുക്കണേ നാഥ, നിന്റെ കാരുണ്യമളവറ്റതല്ലേ. സ്വർഗ കവാടം തുറക്കൂ, നാഥ കാരുണ്യവായ്പോടെ നോക്കൂ. മുട്ടുവിൻ വാതിൽ തുറക്കും എന്ന് നേരായരുൾ ചെയ്ത നാഥ, മുട്ടുവിൻ വാതിൽ തുറക്കും എന്ന് നേരായരുൾ ചെയ്ത നാഥ, നിൻ ദിവ്യസന്നിധി ചേരാനായി വാതിലിൽ മുട്ടുന്നു ദാസൻ. നിൻ ദിവ്യസന്നിധി ചേരാനായി വാതിലിൽ മുട്ടുന്നു ദാസൻ. സ്വർഗ കവാടം തുറക്കൂ, നാഥ കാരുണ്യവായ്പോടെ നോക്കൂ. നിൻ വിളി കേട്ടങ്ങു വന്ന നിന്റെ ദാസനെ സന്നിധി ചേർക്കൂ. സ്വർഗ കവാടം തുറക്കൂ, നാഥ കാരുണ്യവായ്പോടെ നോക്കൂ.